കേരളത്തിലെ ഏറ്റവും ഉഗ്രവും രൗദ്രവുമായ ഉത്സവം, രക്തം ചിന്തിയും അശ്ലീല പാട്ടുകൾ പാടിയും ദേവിയെ ആരാധിക്കുന്ന ഒരേയൊരു ദിനം, അതാണ് കൊടുങ്ങല്ലൂർ ഭരണി. പക്ഷേ എന്തിനാണ് ഇങ്ങനെയൊരു ഉത്സവം? എന്തിനാണ് അമ്മയെ തെറിപ്പാട്ടു പാടി സ്തുതിക്കുന്നത്? അതിനു പിന്നിൽ ഒരു വലിയ യുദ്ധത്തിന്റെ കഥയുണ്ട്. കഥ തുടങ്ങുന്നത് ദാരികൻ എന്ന അസുരനിൽ നിന്നാണ്. ബ്രഹ്മാവിൽ നിന്ന് വരം നേടിയ അഹങ്കാരത്തിൽ ദാരികൻ ലോകം മുഴുവൻ ആക്രമിക്കാൻ തുടങ്ങി. അവനെ വധിക്കാൻ സാക്ഷാൽ പരമശിവന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്ന് ഭദ്രകാളി ജനിച്ചു. മനുഷ്യനോ ദേവനോ അസുരനോ അല്ലാത്ത ഉഗ്രരൂപിണി. ഒരു ഭീകര യുദ്ധത്തിനൊടുവിൽ കാളി ദാരികന്റെ തലയറുത്ത് ചോര കുടിച്ചു. പക്ഷേ ദാരികനെ കൊന്നിട്ടും കാളിയുടെ കോപമടങ്ങിയില്ല. ലോകം നശിപ്പിക്കാൻ തക്ക ദേഷ്യത്തിൽ നിൽക്കുന്ന ദേവിയെ ശാന്തയാക്കാൻ ശിവന്റെ ഭൂതഗണങ്ങൾ വിചിത്രമായ ഒരു വഴി കണ്ടെത്തി. അവർ ദേവിക്ക് മുന്നിൽ നൃത്തം ചെയ്യാനും അശ്ലീല പാട്ടുകൾ പാടി ബഹളം വെക്കാനും തുടങ്ങി. ഇത് കണ്ട് ആ ബഹളത്തിൽ ശ്രദ്ധ മാറി ദേവി പതിയെ ശാന്തയായി എന്നാണ് വിശ്വാസം. ആ ഭൂതഗണങ്ങളുടെ പ്രതീകമാണ് ഇന്ന് കാണുന്ന കോമരങ്ങൾ. അതുകൊണ്ടാണ് ഭരണിനാളിൽ കോമരങ്ങൾ വാളുകൊണ്ട് തലവെട്ടി ചോര ഒഴുക്കുന്നതും ഭരണിപ്പാട്ട് എന്ന പേരിൽ തെറിപ്പാട്ടുകൾ പാടുന്നതും. അത് ദേവിയെ അപമാനിക്കാനല്ല, മറിച്ച് ഉള്ളിലെ സകല മാലിന്യങ്ങളും ദേഷ്യവും കാമവും അമ്മയ്ക്ക് മുന്നിൽ തുറന്നുകാട്ടി മനസ്സ് ശുദ്ധീകരിക്കാനാണ്. കാവിനെ തീണ്ടി അശുദ്ധമാക്കുന്നതിലൂടെ വീണ്ടും പുതിയൊരു ചൈതന്യത്തെ ഉണർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതെ, ഭക്തി എന്നത് പൂക്കൾ മാത്രമല്ല, ചിലപ്പോൾ അത് കത്തിപ്പടരുന്ന അഗ്നി കൂടിയാണ്.